നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ വരാറുണ്ട്. അത് ചിലപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു സിനിമയെക്കുറിച്ചായിരിക്കാം, ചിലത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആശയമായിരിക്കാം. മിക്കവർക്കും അവരുടെ മനസ്സിലൂടെ ഇതുപോലുള്ള ആശയങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. എന്നാൽ എത്ര പേർക്ക് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചയുടെ മനസ്സിൽ ഇതുപോലെ വന്ന ഒരു ആശയമായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതുപോലെ യാഥാർത്ഥ്യമാക്കിയവരെല്ലാം ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന പല സെലിബ്രിറ്റികളുമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ ഒരു ആശയമുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്ന ആർക്കും നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ തീർച്ചയായും ഒരു വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞിരിക്കും. അതിനൊന്നാമതായി നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ആശയത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സുന്ദർ പിച്ചയുടെ ഉള്ളിൽ വന്ന ആളുകൾക്ക് ഒരു സ്ഥലത്തേക്കുള്ള വഴി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സഹായകമാകുന്ന ഒരു ആപ്പിനെ കുറിച്ചുള്ള ആശയം. ആ ഒരു ആശയം വന്നപ്പോൾ ആ ആശയത്തെയും അതിൻ്റെ ആവശ്യകതയെയും സാധ്യതയും അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലും ബിസിനസ് ആശയമോ ഒരു സിനിമാ കഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ത്രെഡോ ഇതുപോലെ നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ ലഭിച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പായി ഇതെങ്ങനെ സംഭവ്യമാകുമെന്ന് ചിന്തിക്കാതെ അതെനിക്ക് കഴിയുമെന്ന വിശ്വാസത്തോടെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുക. സുന്ദർ പിച്ചൈ ഈ ആശയവുമായി മുന്നോട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ വാക്കിനേക്കാൾ തൻ്റെ ഉള്ളിലെ ആശയത്തെ വിശ്വസിച്ച അദ്ദേഹം അതിൻ്റെ പുറകെ തന്നെ പോവാൻ തീരുമാനിച്ചു. ആ വിശ്വാസത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ്. നമുക്ക് പലപ്പോഴും ഇതുപോലെ ലഭിക്കുന്ന ആശയങ്ങളെ മറ്റുള്ളവർ തള്ളിപ്പറയുന്ന കാരണം കൊണ്ട് പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയാറില്ലേ? പഴയതിനെക്കുറിച്ച് ആലോചിച്ച് ഇനിയും ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ആശയമുണ്ടെങ്കിൽ അതിനായി ഈ നിമിഷം മുതൽ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പായി അതിനുവേണ്ടി എഴുതി തയ്യാറാക്കുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സുന്ദർ ആശയം നടപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ പിന്നീടുള്ള സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി മാറ്റിവെച്ചു. നമ്മൾ പലപ്പോഴും ആശയങ്ങൾ ലഭിച്ചിട്ടും അതെനിക്കുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കാൻ സമയം മാറ്റിവെക്കാറില്ല. ശരിയല്ലേ? വിഷമിക്കേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആശയം നടപ്പാക്കാനുള്ള വ്യക്തമായ പ്ലാനോടുകൂടി ആരംഭിക്കൂ. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഈ പദ്ധതിയെ പ്രാവർത്തികമാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. സുന്ദർ പിച്ചയും അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്ലാനുമായി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ആ പദ്ധതികളുമായി ഈ നിമിഷം മുതൽ പ്രവർത്തിക്കാൻ തയ്യാറാവൂ. പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം മാത്രമേ വിജയം എന്ന ഭാഗ്യം വരാറുള്ളൂ. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇത് യാഥാർത്ഥ്യമാകുന്നത് വരെ നിരന്തരമായി ഇതിനു വേണ്ടി തന്നെ പരിശ്രമിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. സുന്ദർ പിച്ചയും അതിനെ പ്രാവർത്തികമാക്കുന്നത് വരെ നിരന്തരമായ പരിശ്രമമായിരുന്നു. നിങ്ങൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഒരാശയം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരാശയമാണ്. അതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ ഇട്ടേച്ചു പോയാൽ വലിയ ഒരു നിധിയായിരിക്കും നിങ്ങളിൽ നിന്ന് കൈമോശം വരുന്നത്. അതുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിരന്തരമായി പരിശ്രമിക്കൂ. ആറാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ മനസ്സ് നിറയെ നിങ്ങൾ വിജയിക്കുമെന്ന ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. സുന്ദർ പിച്ചയും എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് യാഥാർത്ഥ്യമാക്കുമെന്ന് ദിവസവും തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിന് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആശയത്തെ ഇതുപോലെ ഉരുക്കിട്ടുറപ്പിക്കുക. കാരണം ഈ ആശയമായിരിക്കും നാളെ നിങ്ങളെയും ഒരു സെലിബ്രിറ്റി ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഓരോ ആശയവും നിങ്ങളുടെ ജീവിത മാറ്റത്തിന് വേണ്ടി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന ഓരോ വഴികളാണ്. ഈ വഴികളിലൂടെ വിശ്വാസത്തോടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ നാളത്തെ ഒരു സെലിബ്രിറ്റിയായി മാറിയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.